ടിവിയിലെ കാഴ്ചകൾ കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വനിത ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നത് സൈക്കോളജിസ്റ്റായ വിപിനാണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ സംശയങ്ങൾ ചോദിക്കാം. കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ടി വി കാണുന്നത് കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ടി വി അമിതമായി കാണുന്നത് കൊണ്ട് കുട്ടികൾക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സെന്ന് പറയുന്നത് തന്നെ വളരെ സങ്കീർണമായ അവസ്ഥയാണ്. നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഇതാണ്. പക്ഷേ നമുക്ക് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരിക. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ അതിൻ്റെ പല പ്രോസസ്സുകളിലും ഈ ഒരു ബിഹേവിയറൽ ആസ്പെക്ട്സിൽ നിഴലിക്കാം. കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ മാനസികമായുള്ള അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നതിലൂടെയും അനുഭവിക്കുന്നതിലൂടെയും വരുന്ന അല്ലെങ്കിൽ അത്തരം ചില അനുഭവങ്ങളിലൂടെ വരുന്നതിൻ്റെ റിസൾട്ടായിട്ടൊക്കെയാണ് ഈ ഓരോ പ്രശ്നങ്ങൾ വരിക. കുട്ടിക്ക് അമിതമായ ഭയം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഭയത്തിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള എവിടെയെങ്കിലും പെട്ടെന്ന് കണ്ട് പേടിച്ച ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ മറ്റു ചില റീസൺസ് വരുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ മീഡിയ കണക്ഷൻ ഉണ്ടാകും. മറ്റൊരു രീതി ചോദിച്ചാൽ എങ്ങനെയാണ് ഈ കുട്ടി പേടിക്കുക? ഒരു നിഴൽ കണ്ടുമ്പോൾ കുട്ടി പേടിക്കുക. ഈ നിഴൽ കുട്ടി എവിടെ നിന്നാണ് കണ്ടിട്ടുണ്ടാവുക? അപ്പോൾ ഈ നിഴൽ കാണുമ്പോഴാണ് നമുക്ക് മറ്റ് കള്ളിയങ്കാട്ട് നീലി മുതൽ മറ്റ് പല പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലേക്കൊക്കെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഇരുട്ടത്തൊരു പന അനങ്ങുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അത് അവിടെ യക്ഷിയോ ഭൂതമോ പ്രേതമോ ഒക്കെ ആണെന്നുള്ള തോന്നൽ വരാൻ കാരണം എന്താണ്? ഈ ഒരു ഐഡിയ കിട്ടുന്നത് നമുക്ക് മീഡിയയിൽ നിന്നാണ്. അത്തരം ഭീകരമായിട്ടുള്ള ചില നോവലുകളും അല്ലെ അത്തരം കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ടി വിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് മാനസികമായ രീതിയിലുള്ള നല്ലൊരു ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വം ഇല്ലാത്ത നല്ലൊരു ഒരു വികസനം എന്ന പ്രോസസ്സിലൊക്കെ ധാരാളം പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് ചോദിക്കാനുള്ളതാണ്, ഇപ്പോൾ പല പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന കുട്ടികളുടെ അമിതവണ്ണം ഈ ടി വി കാണുന്നത് അല്ലെങ്കിൽ കുറേ മണിക്കൂറുകൾ കാണുന്നത് അമിതവണ്ണത്തിലേക്ക് നയിക്കാം എന്നൊക്കെയാണ്. അപ്പോൾ ശാരീരികമായി മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് ടി വി കാണുന്നത് കുട്ടിക്ക് സമ്മാനിക്കുന്നത്? ശരീരം എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ആക്ടിവേറ്റഡ് ആകണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സംഭവം കൃത്യമായ രീതിയിൽ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തണം. വയറ് മാത്രം വലുതായിട്ട് കാര്യമില്ല. തടി കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ പ്രശ്നമാണ്. ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും അവർക്ക് നടക്കാനോ അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഓടിക്കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് വരിക. ഒന്ന്, ടി വി കണ്ടുകൊണ്ട് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. അതിന് തക്ക രീതിയിലുള്ള എക്സസൈസ് കുട്ടിക്ക് ഡാൻസോ മറ്റ് ആക്ടിവിറ്റീസോ ഈവൻ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് അങ്ങനത്തെ ഡിസിപ്ലിൻ പ്രോസസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് അത് അത്ര ചെയ്യത്തില്ല. എങ്കിൽ പോലും ശാരീരികമായ പ്രോസസ്സിൽ ഇവൻ കൃത്യമായി ബോഡി അനങ്ങാതെ വരുന്നത് മൂലമുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെ ആ ഒരു ഊർജ്ജസ്വലത, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ വേണം പറയാം. സ്പോർട്സ് കണ്ടതുകൊണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രം ഉണ്ടാവണമെന്നില്ല. ബോഡിയിലും കൂടെ ആ ഒരു പവർ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുകളോ അല്ലെങ്കിൽ ഫുട്ബോൾ ടീമുകളോ ഒന്നും നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യത്തില്ലല്ലോ. അല്ല, സ്പോർട്സിലുള്ള ആൾക്കാരാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പൊതുവായൊരു കൾച്ചറൽ വണ്ണം കുറയ്ക്കാനുള്ള നടപ്പുകളൊക്കെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അത് കുട്ടിക്കും കൂടെ അത് ഉണ്ടാകേണ്ട അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കുട്ടിയുടെ ശാരീരിക അവസ്ഥ വളരെ മോശമായി മാറാം. ഇപ്പൊ വായന പോലെ കുറെ നല്ല ശീലങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നടക്കാനായിട്ട് ഈ കുട്ടികളെ പ്രേരിപ്പിക്കുന്നില്ലേ ടെലിവിഷനിലെ കാഴ്ചകൾ അല്ലെങ്കിൽ ടി വി കൂടുതലായിട്ട് കാണുന്നത്? നമുക്ക് കുട്ടികളോട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഇപ്പോഴും ഹോബി എന്താണെന്ന് ചോദിച്ചാൽ, ചില പ്രോഗ്രസീവായ കുട്ടികൾ വളരെ പോസിറ്റീവായിട്ട് പറയുമായിരിക്കും. പക്ഷെ മെജോറിറ്റിയും അങ്ങനെ പ്രത്യേകിച്ച് ഹോബിയൊന്നും ഇല്ല എന്ന് പറയും. ഇവർ പിന്നീട് വലുതായി കഴിയുമ്പോൾ പ്ലേസ്മെന്റ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴേക്കാണ് ഹോബികൾ എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നല്ല ബുക്കുകളൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് ഐ ഹോബി എനിക്ക് കൊള്ളാമെന്ന് പറഞ്ഞാൽ അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള മറ്റ് പല ആക്ടിവിറ്റീസ് വായനയിലൂടെ മനസ്സിലാക്കപ്പെടുന്ന കാര്യങ്ങൾ, ചിത്രരചനയിലൂടെ ആയിക്കോട്ടെ, സംഗീതത്തിൻ്റെ സ്വയം പ്രാക്ടീസിലൂടെ ആയിക്കോട്ടെ, നാടകവും മറ്റ് സാഹിത്യാദി അഭിരുചികളിലൊക്കെ ആകട്ടെ, ഇതൊക്കെ ഉള്ള കഴിവുകൾ 4000-ൽ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ടാണ് മനുഷ്യരൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കഴിവുകളുടെ സാധ്യതകളിലേക്ക്, പെർഫോമൻസിൻ്റെ സാധ്യതകളിലേക്ക്, ഇപ്പോൾ സ്റ്റേജിലൊരു പെർഫോമൻസ് കണ്ടതുകൊണ്ട് എനിക്ക് പെർഫോമൻസ് ഉണ്ടാകുന്നത്, പക്ഷേ ഞാനത് കാണണം, അതിൻ്റെ ബേസിൽ ഞാനത് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ചെയ്യപ്പെടാവുന്ന തലത്തിലേക്കുള്ള മറ്റ് ആക്ടിവിറ്റീസ് പോകണമെങ്കിൽ ഇതിൻ്റെ ടൈം കുറയുകയും മറ്റു കാര്യങ്ങളിലേക്ക് എനിക്ക് വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ആ കുട്ടിയെ അത്തരം തലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇവിടെ വിജ്ഞാനത്തിൻ്റെ പല സാധ്യതകൾ തുറക്കുമെന്ന പുസ്തകം വായിക്കുന്ന പുസ്തകത്തിൻ്റെ കാര്യം ടി വിയിലൂടെ കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു, വായിച്ച് നമ്മൾ ഗ്രഹിക്കുന്ന നമ്മൾ രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ എന്തായാലും കുറച്ച് സമയങ്ങൾ എല്ലാ വീട്ടിൽ നിന്നും ടി വി എന്തായാലും കാണുന്ന ഒരു മസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞ പാരന്റ്സിന് കുട്ടികൾക്കായി ഒരു സമയക്രമീകരണം, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര മണിക്കൂറായിരിക്കും ഒരു ശരാശരി ഒരു കുട്ടിക്ക് ടി വി കാണാൻ അനുവദിച്ചു കൊടുക്കേണ്ടത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ രസകരമായിട്ടുള്ള ആൻസറുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ആദ്യമായിട്ട് വേണ്ടി വരുന്നത് നമ്മൾ കുട്ടി ചെറുതായിരിക്കുന്ന സമയം മുതൽ തന്നെ ആ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിട്ട് ആ ഫാമിലി പോകേണ്ടതുണ്ട്. ചില വ്യക്തികൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ചെറുപ്പം മുതലേ കുട്ടിയുടെ കയ്യിൽ റിമോട്ട് കൊടുക്കില്ല, മറിച്ച് റിമോട്ട് പേരൻസിന്റെ കയ്യിലാവും. പക്ഷെ ചില പേരൻസ് പറയാറുണ്ട് കുട്ടിയുടെ റിമോട്ട് പോലും നമ്മുടെ കിട്ടിയിട്ടില്ല, അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളെ ടി വിയുടെ റിമോട്ട് നമ്മളിലേക്ക് കിട്ടുക എന്നുള്ളത്. പക്ഷെ അത് വളരെ ചെറുപ്പം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, കാരണം അച്ഛനെ അമ്മയെ കുട്ടി സ്നേഹിക്കുന്നു,
കുട്ടിയെ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നു, അവർക്കറിയാം ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടത് എന്താണെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വെച്ച് തരാൻ പറ്റും എന്നുള്ള ആ ഒരു തലത്തിലുള്ള ഒരു ട്രസ്റ്റ് കുട്ടിയിലും ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് ചെറുപ്പം മുതൽ തന്നെ അങ്ങനത്തെ ഒരു ഫാമിലി ആയിട്ടുള്ള പ്രോസസ്സ് കാണാനായിട്ട് നല്ലത്. അഥവാ എന്തെങ്കിലും മറ്റ് പ്രോസസ്സ് പ്രത്യേകിച്ചും കൂടുതലായിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വൽസ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പേരൻസിനൊക്കെ അവരുടെ കയ്യിൽ റിമോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്വിച്ച് ഓവർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് ഫുഡിൻ്റെ സമയത്ത് മസ്റ്റായിട്ടും TV ഓഫ് ചെയ്യണം. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്കൂളിൽ നിന്ന് വരുന്നു, അതിൻ്റെ ടൈം ടേബിളിലൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അവന് കാണണം തോന്നുന്ന പ്രോഗ്രാം പത്രത്തിന്റെ സഹായത്തോടെ പേപ്പറിലുള്ള ഇൻഫർമേഷന്റെ സഹായത്തോടു കൂടി റെഗുലറായിട്ട് ആ കൺസേൺഡ് പ്രോഗ്രാമിന്റെ സമയത്ത് മാത്രം അത് കാണിക്കാൻ അനുവദിക്കുന്നതും ഉചിതമാണ്. കാരണം ഇവൻ കാണുന്ന പല വിഷ്വൽസും, പ്രത്യേകിച്ച് അഡോളസെന്റ് പീരിയഡിൽ കാണുന്ന പല വിഷ്വൽസും, സെക്ഷൽ ഓറിയന്റഡ് ആയിട്ടുള്ള പല വിഷ്വൽസും ഇവൻ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ഒന്നും ഇവന് കിട്ടുന്നില്ല. കാരണം അതിന് ഒരു മീഡിയ ലിറ്ററസി സംഭവിക്കപ്പെടുന്നില്ല, സെക്സ് എഡ്യൂക്കേഷന് കൃത്യമായ ഒരു പ്രോസസ്സ് നമുക്കിവിടെ നടക്കുന്നില്ല. വേണ്ട രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് എങ്ങനെ TV കാണണം, എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് ലഭിക്കാത്തതുകൊണ്ട് എനിക്കൊരു സജഷൻ ഉള്ളത്, വീടുകളിൽ ഈവൻ പേരൻസിന് തന്നെ അതിലൊരു ട്രെയിനിങ് ആവശ്യമുണ്ട്, സ്കൂളുകളിൽ ഇത്തരം ട്രെയിനിങ്ങൾ ആവശ്യമുണ്ട്. മറ്റു പല സംഘടനകളും TV എങ്ങനെയാണ് കാണേണ്ടത് അതിനുള്ള പരിശീലന പരിപാടികൾ വരെ പ്രൊമോട്ട് ചെയ്തു തന്നാൽ അതും ഉചിതമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്.